ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് സാറ്റർഡേ മോർണിംഗ് പാർട്ടാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പഴങ്കഞ്ഞിയാണ് കേട്ടോ. ഞാൻ കഴിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. മിക്സിയിൽ ചോറും മോരും ഉപ്പും കൂടി അടിച്ചതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. പിന്നീട് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ റൊട്ടീനാണ്. ഹെയർ റൊട്ടീൻ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരാൾ തുള്ളി കളിക്കുന്നുണ്ട്. അയാൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്. നമുക്ക് പിന്നെ അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ, നമ്മളുടെ ഹെയർ അല്ലേ നമുക്ക് പ്രധാനം. അപ്പോൾ ഞാനത് ഹെയർ നല്ല രീതിയിൽ, അതായത് എണ്ണയൊന്ന് ചെറിയ രീതിയിൽ ചൂടാക്കിയതിന് ശേഷം മുടിയുടെ മുൻഭാഗത്തും പിൻഭാഗത്തും തലയോട്ടിയിലാണ് നമ്മൾ എണ്ണ തേച്ച് പിടിപ്പിക്കേണ്ടത്. നല്ല രീതിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം മുടി പിന്നെ മടക്കി വയ്ക്കുക. പിന്നീട് രാവിലെ എന്നും ചെയ്യുന്നത് പോലെ കൺമഷി എഴുതുക, കമ്മലിടുക. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് കുറേ ദിവസം ആബ്സെൻ്റ് ആയതുകൊണ്ട് പെൻഡിങ് വർക്ക് ഒരുപാടുണ്ട്. അപ്പം ഓരോ പെൻഡിങ് വർക്കായിട്ട് തീർക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ജോലി. അതൊരു ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്, അവനെക്കൊണ്ട് എഴുതിക്കുക എന്നുള്ളത്. ഒരു സബ്ജക്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാലും പിന്നെ പെൻസിൽ കാണുന്നില്ല, ഇറേസർ കാണുന്നില്ല, പിന്നീട് അവൻ പറയുന്ന പെൻസിൽ വെച്ചിട്ടേ എഴുതാൻ പാടുള്ളൂ. അങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അയാൾക്കുണ്ട്. എന്നിരുന്നാലും വേണ്ടിയില്ല, ഹോംവർക്ക് എടുത്ത് കൊടുത്തു. എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എഴുതാം എന്നൊക്കെ എൻ്റെ അടുത്ത് സമ്മതിച്ചിട്ടാണ് ഇരിക്കുന്നത്. എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ പറയുന്ന കാര്യങ്ങൾ, അയാൾക്ക് മൊബൈൽ കാണാൻ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള നിബന്ധനകളുണ്ട്. ഇപ്പോൾ പനി ആയതുകൊണ്ട് ഒരുപാട് പെൻഡിങ് വർക്കുകളുണ്ട്, ഒരുപാട് സബ്ജക്റ്റ് ഉണ്ടേ. അങ്ങനെ അതെല്ലാം അയാൾ എഴുതുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കരമായ കാറ്റ്. പിന്നീട് എന്നാൽ പിന്നെ അടുത്ത ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലഡു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം എണ്ണ ചൂടാക്കാൻ വെച്ചു. എണ്ണ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ബാറ്റർ അതിലേക്ക് ഇട്ടു. അതിൻ്റെ ബൂന്തി തയ്യാറാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ഞാൻ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ലഡു കറക്റ്റായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളതൊന്ന് നോക്കാനായിട്ട്. അങ്ങനെ ബൂന്തിയെല്ലാം റെഡിയാക്കി അടിച്ചു വെച്ചേക്കുന്നതാണോ ഇതിനകത്ത്? പാനിയിലിട്ടു, പഞ്ചസാര ലൈനിയിലിട്ടു. അത് റെഡിയായി. അതിനുശേഷം ചൂടാറുന്നതിന് മുന്നേ തന്നെ ലഡുവായിട്ട് നമ്മൾ ഉരുട്ടി എടുക്കണം. അങ്ങനെ ലഡു റെഡി. താങ്ക് യു.